പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇന്ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കുകയാണ്. വൈകിട്ട് 4 മണിക്ക് കെ.സി. വേണുഗോപാൽ MP ജാഥ ഉദ്ഘാടനം ചെയ്യും. കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള യാത്ര മാർച്ച് 6-ന് തിരുവനന്തപുരത്താണ് സമാപിക്കുക. കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ കുമ്പളയിൽ നിന്നും ഇന്ന് പ്രയാണം ആരംഭിക്കും. AICC സംഘടനാ ചുമതലയുള്ള കെ.സി. വേണുഗോപാൽ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിക്കും. വൈകിട്ട് 4 മണിക്കാണ് ഉദ്ഘാടനം. അതിനുശേഷം 7 മണിക്ക് ആദ്യ സ്വീകരണം കാസർഗോഡാണ്. നാളെയും കാസർഗോഡ് ജില്ലയിൽ ജാഥ പര്യടനം നടത്തും. കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, ഉദുമ ഈ 3 നിയോജക മണ്ഡലങ്ങളിലാണ് നാളെ ജാഥയ്ക്ക് സ്വീകരണം. എന്തായാലും തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജ്ജമാക്കുക എന്നാണ് ജാഥയുടെ പ്രധാന ലക്ഷ്യം. അതോടൊപ്പം 10 വർഷക്കാലത്തെ പിണറായി സർക്കാരിൻ്റെ ദുർഭരണം, അഴിമതി, സ്വജനപക്ഷപാതം ഇവ ജനങ്ങളിൽ തുറന്നു കാട്ടുക എന്നതാണ് ജാഥയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വലിയ തോതിൽ എല്ലാ സംസ്ഥാന നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ഒരു ജാഥയ്ക്കാണ് UDF ഒരുങ്ങുന്നത്. മാർച്ച് 6-ന് പുത്തരിക്കണ്ടം മൈതാനിയിൽ മഹാറാലിയോടുകൂടിയാണ് ജാഥയുടെ സമാപനം. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി. ഇന്നത്തെ സർക്കാരിൻ്റെ ഭരണപരാജയങ്ങൾ, ജനവിരുദ്ധ നയങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ട് പ്രകടമായ ജനവികാരം, അതിനെല്ലാം ബദലായിട്ടുള്ള പുതുയുഗം, അതിനെല്ലാം ബദലായിട്ടുള്ള പരിപാടികൾ കൂടി ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടും ജനങ്ങളെ അറിയിച്ചുകൊണ്ടും ജനങ്ങൾക്ക് എല്ലാ വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ടുമുള്ള ഒരു പുതിയ കേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള യാത്ര തന്നെ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് LDFന്റെ MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥ കാസർഗോഡ് ജില്ലയിൽ നിന്നും പ്രയാണം ആരംഭിച്ചത്. അതോടൊപ്പം BJPയുടെ ജാഥയും വൈകാതെ തന്നെ കാസർഗോഡ് നിന്നുമുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പിന് കൃത്യമായ ഒരുക്കങ്ങൾ ആയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് എല്ലാ മുന്നണികളുടെയും ജാഥകൾ, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന ഒരു ഘട്ടം. അങ്ങനെ തെരഞ്ഞെടുപ്പിന് എല്ലാ പാർട്ടികളും സജ്ജമായിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ ജാഥകളെല്ലാം. ഏതായാലും ഇതിന് തൊട്ടു പിന്നാലെ തന്നെ BJPയുടെ ജാഥയും കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിക്കുന്നുണ്ട്. വിപുലമായ ഒരുക്കങ്ങളാണ് BJPയുടെ ജാഥയ്ക്കും കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ തയ്യാറെടുപ്പ് നടത്തുന്നത്. K. സുരേന്ദ്രൻ മഞ്ചേശ്വരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വരുന്നത് കൂടി ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നാണ് എല്ലാ ജാഥകൾക്കും തുടക്കം കുറിക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ട് നടക്കുന്ന ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥ അത് വലിയ തോതിലുള്ളൊരു ജാഥയായി മാറ്റിത്തീർക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് ജാഥയുടെ ഉദ്ഘാടനം നടക്കും. തുടർന്ന് കാസർഗോഡാണ് ആദ്യ സ്വീകരണം. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന LDFന്റെ മധ്യമേഖലാ ജാഥയ്ക്കും വികസന മുന്നേറ്റ ജാഥ ഇന്ന് പത്തനംതിട്ടയിൽ തുടക്കമാവുകയാണ്. വൈകിട്ട് 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ പര്യടനത്തിന് ശേഷം ജാഥ 14-ന് വൈകിട്ട് മറൈൻ ഡ്രൈവിൽ സമാപിക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയും തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.